താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ശാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ്. നമ്മളുടെ അനുദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും നമുക്ക് സഹായവും പ്രോത്സാഹനവുമാകാൻ മാർപ്പാപ്പ ഏറെ സ്നേഹത്തോടെ സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. നമ്മളുടെ കുടുംബങ്ങളിലെ പ്രതിസന്ധികളിൽ സ്നേഹത്തോടെ മുന്നോട്ട് പോകാനുള്ള ചർച്ചകളാണ് നാം ഇവിടെ ഒരുക്കുന്നത്. സ്നേഹം സകലതും ക്ഷമിക്കുന്നു. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് എന്ന് നാം സ്നേഹത്തിൻ്റെ ഒരു സവിശേഷത മുൻപ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സ്നേഹം സകലതും ക്ഷമിക്കുന്നു. ഇന്നത്തെ ചർച്ചയിലേക്ക് വന്ന വിശിഷ്ട അതിഥികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് സുപരിചിതനായ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ മുൻ വൈസ് പ്രിൻസിപ്പളും ഈ പുസ്തകത്തിന് എഴുത്തിൻ്റെ അപൂർണത എന്ന പേരിൽ ഒരു വ്യാഖ്യാനം രചിച്ച പ്രസിദ്ധ വചനപ്രഘോഷകനും കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത പ്രസിഡൻറ്റുമായിരിക്കുന്ന KM ഫ്രാൻസിസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ചർച്ചയിലേക്ക് കുത്തൂരച്ചനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഫാദർ വർഗീസ് കുത്തൂർ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ മുൻ ഡയറക്ടറും കുടുംബ പ്രശ്നങ്ങളിൽ ഏറെ സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യുന്ന സ്നേഹമുള്ള നമ്മുടെ അച്ഛനാണ്. അച്ഛൻ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജർ കൂടിയാണ്. അച്ഛൻ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമുക്ക് പരിചയമുള്ള സിസ്റ്റർ നീമ ഗ്രേസ് കുടുംബ പ്രശ്നങ്ങളിൽ അനുദിനം ഇടപെടുകയും ഒരുപാട് കുടുംബജീവിതങ്ങളിൽ വെളിച്ചം പകരുകയും ചെയ്യുന്ന തിരുക്കുടുംബ സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ നീമ ഗ്രേസിനെ ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ നാം സ്വാഗതം ചെയ്യാം. സ്നേഹം സകലതും ക്ഷമിക്കുന്നു. ഒരിക്കൽ കൂടെ ഏവരെയും ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹം ക്ഷമിക്കുന്നു എന്നാണ് ഇവിടെ പൗലോസ്ലീഹ സ്നേഹത്തിൻ്റെ സവിശേഷതയായി പറയുന്നത്. ദീർഘക്ഷമയുള്ളതാണെന്നൊരു ഭാഗത്ത് പറഞ്ഞു, ഇവിടെ സ്നേഹം ക്ഷമിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് ഈ ദീർഘക്ഷമയും ക്ഷമിക്കുന്നു എന്ന് പറയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം? ദീർഘക്ഷമ എന്ന വാക്കിൻ്റെ അർത്ഥം ഈ പേഷ്യൻസ് എന്നൊരു വാക്കുണ്ട്. പേഷ്യൻസ് എന്നാൽ നമ്മൾ കാത്തിരിക്കുക എന്നാണ്. അതായത് ഒരു കർഷകൻ വിത്ത് നട്ടതിന് ശേഷം ഫലം വരുന്നത് വരെയുള്ള കാലഘട്ടത്തെ കാത്തിരിക്കുന്നത് പോലെ ജീവിത പങ്കാളിയും മക്കളും ദൈവിക കൃപയിൽ വളരുന്നത് കാത്തിരിക്കുന്നതിനെയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പരിശുദ്ധ പിതാവ് ഉദ്ദേശിക്കുന്നത് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഫൊർഗീവ്നെസ്, മറ്റുള്ളവരുടെ തെറ്റുകൾ പരിഗണിക്കാതെ അത് സാരമില്ല നന്നാവും എന്ന് പറയുന്ന കാഴ്ചപ്പാടോടെ സ്വീകരിക്കുന്നതിനെയാണ് ഇവിടെ ക്ഷമിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത്. അത് കാര്യമായ വിശകലനം ആവശ്യമുള്ള ഒരു മേഖലയാണ്. കാരണം നാം പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് 100% പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമ്മിൽ നിന്ന് നാം അത്ര പ്രതീക്ഷിക്കുന്നുമില്ല. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മറ്റുള്ളവരൊരു തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് അവൻ കൽപ്പിച്ചു കൂട്ടി ചെയ്തു എന്നാണ്. ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് ഞാൻ അറിയാതെ ചെയ്തു എന്നാണ്. എന്നാൽ യേശു കുരിശിൽ പറയുന്നത്, മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ യേശു പറയുന്നത് അവൻ അറിയാതെ ചെയ്തതാണ്. അപ്പം മറ്റുള്ളവരെ 100% പ്രവർത്തിക്കാതെ അവരുടെ പ്രവർത്തനത്തിൽ ഒരു ചെറിയ കുറവ് വരുമ്പോൾ അതിനെ അവൻ അറിവില്ലാതെ ചെയ്തതാണ്, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയതുകൊണ്ട് ചെയ്തതാണ്, അവൻ അത്തരത്തിൽ അവന് ഒരു ഇളവ് കൊടുക്കാനുള്ള മനസ്സിൻ്റെ സന്നദ്ധതയാണ് ഇവിടെ പരിശുദ്ധ പിതാവ് ഉദ്ദേശിക്കുന്നത്. പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടത്. മറ്റുള്ളവരുടെ ബലഹീനതകൾ സഹിഷ്ണുതയോടെ സഹിക്കുക എന്നുള്ളൊരു സ്നേഹമാണ് എന്ന്. ഇത് അത്ര എളുപ്പമുള്ളതല്ല, നമുക്കറിയാം.
നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവർക്കും വീഴ്ച പറ്റും എന്നുള്ള ഒരു ചിന്ത അത് നമ്മളെ കുറേയും കൂടി അവരിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കും വീഴ്ച പറ്റുന്നതാണ്. അത് നമ്മൾ തികഞ്ഞ അവബോധമുള്ളവരാകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അവബോധം എന്നെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ഉണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായിട്ടത് കുറേയും കൂടി നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും കുറേയും കൂടിയും സ്നേഹത്തോടെ അവരോട് പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് ചെയ്യുക. നമ്മോട് എല്ലാവരും ക്ഷമിക്കണം. നമുക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ വലിയ പ്രയാസമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ക്ഷമയുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചെറുതാവും കൂടെ വേണം. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ചെറുതാവുമ്പോഴാണ് എനിക്ക് ആ ക്ഷമ കൊടുക്കാനുള്ള ആ കൃപ കിട്ടുള്ളൂ. ഭാര്യ ഭർത്താവിനെ ചീത്ത പറയുമ്പോൾ അത് ആ സ്വാഭാവികമായ ഒരു വികാരപ്രകടനം മാത്രമാണെന്ന് ഭർത്താക്കന്മാർ മനസ്സിലാക്കണം. അതിനപ്പുറത്ത് അവരൊന്നും ചിന്തിക്കണില്ലേ. അപ്പോഴത്തെ ആ ദേഷ്യം പ്രകടിപ്പിച്ചു. പക്ഷെ പലപ്പോഴും എന്ത് പറ്റുന്നു, ആ പ്രകടിപ്പിച്ച കാര്യം തലമണ്ടയിലിട്ട് ചെകുത്താൻ അവസരം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ചിന്തേനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും. കൂടുതൽ കൂടുതൽ കുറ്റങ്ങൾ അന്വേഷിച്ച് ഇതിൽ പറയണ ആ വെറുപ്പ് വളരെ ആഴപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ദമ്പതിമാർ ഒരാളുടെ ഏത് തെറ്റിനും വീഴ്ചയ്ക്കും സ്നേഹബന്ധത്തെയും കുടുംബത്തിൻ്റെ ഉറപ്പിനെയും ഉപദ്രവിക്കാൻ കഴിയുന്നു. അപ്പോൾ ഒരു കുറ്റം ഉണ്ടായാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറ്റം ആരോപിച്ച് അത് വളരെ മോശം അവസ്ഥയിലേക്ക് ഈ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു കേസാണത്. ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ട് എന്ന് വളരെ ഉറപ്പായിട്ട് തെളിവ് സഹിതം പിടിക്കപ്പെട്ട ഒരു കേസാണ്. കുടുംബക്കാരും എല്ലാവരും അതിനോട് അത് ശരിയാണ്, അങ്ങനെ നീ അവളെ ഉപേക്ഷിച്ചോ എന്ന് പറയുന്ന ഒരു സാഹചര്യം വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഭർത്താവിൻ്റെ ആദ്യം അവൻ കുടുംബക്കാരോടൊക്കെ ചേർന്ന് നിന്ന് ഉപേക്ഷിക്കാമെന്നൊക്കെയുള്ളൊരു ലെവലിലേക്ക് എത്തിയെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവളോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് മോളെ, വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുക, നീ എന്തുകൊണ്ടാണ് മോളെ അങ്ങനെ ഒരു സംഗതിയിലേക്ക് പോകാൻ ഇടവന്നത്? അപ്പോൾ അവനോട് ഒരുപാട് കാര്യങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് പങ്കുവെച്ചെന്നാണ് അവനോട് പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനുള്ള അവസരം കൊടുത്തു. നമ്മുടെ അവിടെ വെച്ചിട്ട് അവസരം കൊടുത്തപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് വന്നിട്ട് തിരിച്ചു വന്ന അവൻ പറയാണ്, സിസ്റ്റർ അവൾ പോയത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്. സോ ഞാൻ അവളോട് നിരുപാധികം ക്ഷമിച്ച് അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പോവാണ്. ഞാനാകെ അന്തം വിട്ടിരിക്കുകയാണ്. കാരണം ഒരിക്കലും എൻ്റെ കൗൺസിലിംഗ് ഫീൽഡിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതാണ്. പിന്നീട് ഞാൻ അവളെ വിളിച്ച് ചോദിച്ചേ, നീ എന്തിട്ടും മറിമായാണ് ഇവിടെ സംഭവിച്ചേ? പറയാ, സിസ്റ്റർ തെറ്റ് എൻ്റെ തന്നെയാണ്, പക്ഷേ ആൾ എന്നോട് അത്രമാത്രം കരുണ കാണിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ വിസ്മയം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുടുംബക്കാരും മറ്റവരൊക്കെ അതികഠിനമായ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്നൊരു സമയമായിരുന്നു. ദൈവം ആ ക്ഷമിക്കാനുള്ള കൃപ കൊടുത്തത് കൂടി ആ കുടുംബം, അല്ലെങ്കിൽ ചിന്ന 3 മക്കളുണ്ട് അവർക്ക്, അനാഥരായി പോയേനെ അവരൊരുമിച്ച് ജീവിക്കാനായിട്ട് ഇടവന്നു. അപ്പോൾ ഈ ക്ഷമ എന്ന് പറയുന്നത് മാനുഷികമായിട്ട് നമുക്ക് തന്നെ പറ്റണ ഒരു കാര്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിൽ പറയുന്നുണ്ട്, നമ്മെ ഉപദ്രവിക്കുകയോ തരം താഴ്ത്തുകയോ ചെയ്യുമ്പോൾ ക്ഷമിക്കുകയെന്ന് സാധ്യവും അഭികാമ്യമാണെങ്കിലും അത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് പാപ്പ അതിൽ പറയുന്നുണ്ട്. അതായത് യേശു ശിഷ്യന്മാരെ ഉപദേശിക്കുമ്പോൾ വിശുദ്ധ പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ പൊന്ന് കർത്താവേ, ഇത് പ്രായോഗികമാണോ? അതാണ് മാർപ്പാപ്പ അതിൽ പറയുന്നത്. കാരണം ക്ഷമിക്കുക എന്നത് ദൈവീകമാണ്, അത് മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്. എന്നാൽ ദൈവം കൂടെയുണ്ടെങ്കിൽ സാധ്യമാണ്. അപ്പം ദൈവീക ജീവനിൽ നമ്മെ പങ്കുകാരാക്കി എന്നതിൻ്റെ അർത്ഥം തന്നെ ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാനുള്ള ശക്തി തരുന്നു എന്നാണ്. ഈ വിശുദ്ധ കുർബാനയിൽ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഇപ്പോഴെന്നെ സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളോട് കരുണ കാണിക്കണമേ. കാരണം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവത്തിലേക്ക് പതുക്കെ പതുക്കെ നമുക്ക് വളരാനായിട്ട് ശ്രമിക്കെങ്കിലും ചെയ്യുമ്പോൾ ദൈവം കൂടുതൽ കൃപ തരും. കാരണം നമ്മളതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മനുഷ്യന് സാധ്യമല്ലാത്ത ഒരു തലത്തിലേക്ക് ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ അങ്ങനെ റിക്വസ്റ്റ് വയ്ക്കുന്നില്ല. മറിച്ച് ദൈവം കൂടി കൃപ തന്നിട്ടാണ് അവനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്ഷമ എന്നുള്ളത് സകലത്തെയും, അത് ചില കാര്യങ്ങളിൽ മാത്രം ക്ഷമിക്കുന്ന ഒരവസ്ഥ പോരാ. ചിലപ്പോഴൊക്കെ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നതാണ്,
ചിലതിൽ നമ്മൾ ക്ഷമിക്കും, ചിലതിൽ നമ്മൾ ക്ഷമിക്കുകയില്ല. അപ്പോൾ അതൊരു ശരിയായിട്ടുള്ളൊരു ക്ഷമയല്ല എന്ന് നമ്മൾ തിരിച്ചറിയാണ്. ഒരു അൺകണ്ടീഷണലായിട്ട് തന്നെ നമ്മൾ ക്ഷമിക്കുക എന്നുള്ള. സുഹൃത്തുക്കൾ തമ്മിലുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അപ്രതീക്ഷിത ഒരാൾ ഇപ്പോൾ ഇരിക്കുകയാണ്, സുഹൃത്തുക്കളെ സംഭവിച്ചൊരു കാര്യം കൂടിയാണ്. ഒരു ആൾ പുറത്ത് വന്ന് ഒരൊറ്റ അടിയടിച്ചു, അടിച്ചു വയ്ക്കും നല്ലതുപോലെ വേദന എടുത്തു തന്നെ. പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പോൾ ചങ്ക് ഫ്രണ്ടാണ് അടിച്ചത്. ആ വേദന അപ്പം തന്നെ പറഞ്ഞു, ആ സാരില്ലട വേദന എടുത്തു, കുഴപ്പമില്ല, ഇനി എന്തൊക്കെയാണ് വിശേഷം എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ തന്നെ അവനോട് ക്ഷമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം ആ സുഹൃത്തിനോട് അവന് അത്രമാത്രം ഹൃദയത്തിൽ സ്നേഹമുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ അവൻ ഇരിക്കുന്ന സ്ഥലത്ത് വേറെ അടുത്ത് വെറുതെ ഒന്ന് തോണ്ടിയിട്ട് പോയി. ഉടനെ അവിടെ നിന്ന് ചാടി എണീറ്റ് അവനോട് പ്രതികാരം ചെയ്യുന്ന ഒരവസ്ഥ. കാരണം അവനോട് ഇവന് കുറച്ച് ശത്രുത ഉണ്ടായിരുന്നു. അപ്പോൾ സ്നേഹമുള്ളിടത്ത് ക്ഷമ കുറച്ചും കൂടി എളുപ്പമാണ്, സ്നേഹമില്ലാത്തടത്ത് ക്ഷമ വളരെ പ്രയാസകരമായ ഒന്നാണ്. ഈ കാര്യം കുടുംബജീവിതത്തിൽ മക്കളുടെ അടുത്ത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി പെരുമാറേണ്ടതാണ്. കാരണം എപ്പോഴാണ് മക്കളെ ഉപദേശിക്കേണ്ടത്? പലപ്പോഴും മാതാപിതാക്കളും മക്കളെ ഉപദേശിക്കുക എപ്പോഴാണെന്നറിയോ? ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത്. സിസ്റ്റർ പറഞ്ഞ പോലെ സ്നേഹമുള്ള സമയത്ത് നമ്മൾ ഉപദേശിച്ചാൽ അവരുടെ ഹൃദയം പൊട്ടിപ്പോവും. അവർ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും. എന്നാൽ സ്നേഹമില്ലാത്തപ്പോൾ ഉപദേശം കൊടുത്താൽ അവർ വയലൻ്റ് ആവും. അപ്പോൾ മക്കൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ അവർ വയലൻ്റ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനും എൻ്റെ മക്കളും തമ്മിൽ എന്തിലല്ല, സ്നേഹത്തിലല്ല. അതാണ് സിസ്റ്റർ പറഞ്ഞ കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവണത്. വേറൊരു കാര്യം, ക്ഷമിക്കുക എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണ് നല്ലത്, ഞാനാണോ എൻ്റെ ജീവിത പങ്കാളിയാണോ? അപ്പോൾ ഈ ചെറിയ 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 കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ടാണ് വലിയ 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 കാര്യങ്ങൾ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പാപ്പയോട് പറയണത്, കുടുംബ കൂട്ടായ്മ വലിയ ത്യാഗ ചൈതന്യത്തിലൂടെ മാത്രമേ സംരക്ഷിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യൂ. അപ്പോൾ ചിലതൊക്കെ കണ്ടില്ലെന്ന് വെക്കാൻ, ചിലതൊക്കെ ത്യാഗപൂർണമായി ഏറ്റെടുക്കാൻ ചില സഹനങ്ങളുണ്ട്, അവിടെ ചില കുറവുകളുണ്ട്. മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ കണ്ടില്ലെന്ന് വെക്കുമ്പോൾ അവിടെ ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവം വളർന്നു വരുന്നു എന്ന് പാപ്പ പറയുന്നത് കൊണ്ടല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ബൈറ്റ് കാണാം. നമുക്കെല്ലാവർക്കും അതിലേക്ക് ശ്രദ്ധിക്കാം. ഞാൻ എൻ്റെ 34ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ച് അന്ന് തൊട്ട് ഇന്ന് ഈ നേരം വരെ ഞാൻ എൻ്റെ ഭാര്യനെ മറ്റേതെങ്കിലും ഒരു തരത്തിൽ ഞാൻ വേദനിപ്പിച്ചിട്ട് ഉണ്ട്, ചെറുതായിട്ട്. എന്നാലും കാര്യമായിട്ട് അങ്ങനെ വേദനിപ്പിച്ചിട്ടുമില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല, ഇനി പറയൂല. ദൈവത്തിൽ എനിക്ക് വിശ്വാസമുള്ള കാരണം കൊണ്ട് ഞാൻ മറ്റൊരാൾ എന്നൊരു എന്ത് തെറ്റ് ചെയ്താലും ഞാൻ വിചാരിക്കും, ദൈവം അവനെ സൃഷ്ടിച്ചത് ദൈവം തന്നെയല്ലേ, എന്നെയും സൃഷ്ടിച്ചത് ദൈവം തന്നെയല്ലേ, അപ്പം ഞാൻ അവനോട് എതിർക്കേണ്ടേ വിഷമത്തിന് പോകേണ്ട ഒരു കാര്യമില്ല. അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഞാൻ ഇന്നും ജീവിച്ചു പോരുന്നു. അതുകൊണ്ട് ദൈവം എനിക്ക് ഒരു അപകടങ്ങളിലും ഞാൻ പല ഇതിലും പെട്ടും മരിക്കേണ്ട കാലങ്ങളൊക്കെ ഉണ്ടായി. ദൈവം എന്നെ രക്ഷിച്ച് ഇതുവരെ ആക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഇനിയും കുറേ കാലം ഞാൻ ജീവിക്കും. എൻ്റെ ഭാര്യ എന്നെ ഞാൻ നോക്കി, ഭാര്യനെ എല്ലാം പരിപാലിച്ച് എനിക്ക് ജീവിച്ച് മരിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഏതൊരു കാലത്തും. ഭാര്യ പറയും എനിക്ക് അനാശാലയിൽ പോകണം, ഇവിടെ പറ്റില്ല എന്ന് പറയാം, അങ്ങനെയൊക്കെ പറയും. എന്നാലും എൻ്റെ മനസ്സ് ഞാൻ എവിടെയെങ്കിലും പോയി കരഞ്ഞിരിക്കും. അത് ഈ ആൾക്കറിയാൻ പാടില്ല. എന്നാൽ അത് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു പോരുന്നു. എന്നാലും ഒരു കൂട്ടുകാരനായിട്ട് ഒരു കുഴപ്പമുണ്ടായാൽ അവൻ ഇങ്ങോട്ട് കുഴപ്പത്തിന് വന്നാൽ ഞാൻ മിണ്ടാതെ നിന്ന് കൈ കൂപ്പി നിന്നിട്ടുണ്ട് പല പ്രാവശ്യം. എന്താ എനിക്ക് പിന്നെ ഓരോ അപകടങ്ങളും അവനിൽ നിന്നും മറ്റാരിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിലിപ്പോൾ ഇയാളായിട്ട് ഭയങ്കര സ്നേഹത്തിൽ തന്നെ ഞങ്ങൾ ജീവിച്ചാണ്. വഴക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നൊന്നും. ഇപ്പം നമ്മൾക്ക് കുറേ കാര്യങ്ങൾക്ക് ചെയ്തിട്ടപ്പോൾ കുറച്ച് ദേഷ്യം കോപം ഉണ്ടാവണു. അപ്പോൾ അതനുസരിച്ച് നമ്മൾക്കും ദേഷ്യം ഉണ്ടാവണു. അത് നമുക്ക് സഹിക്കണ്ടേ, സഹിച്ച് ജീവിക്കണ്ടേ. ഞാൻ ഏതായാലും കിടക്കായില്ലേ, അങ്ങനെ സഹിച്ച് ജീവിക്കണു. ഭർത്താവും ഞാനും ഒക്കെ സഹിനെ പാവം. അതിന് ഇവിടെ സഹായിക്കാൻ ആരല്ല, എൻ്റെ ഭർത്താവ് തന്നെയുണ്ട് ഇവിടെ. മോള് ഇടയ്ക്ക് ആഴ്ചയിലേക്ക് വരും, അവിടെ കൊണ്ട് എല്ലാം സഹിക്കില്ല. പിന്നെ എൻ്റെ ഭർത്താവ് തന്നെയാണ് എല്ലാം സഹിച്ച് ചെയ്ത് തരുന്നത് എനിക്കെല്ലാം. പിന്നെ ഞാൻ അവിടെ നിന്ന് വന്ന് ഇവിടെ വന്ന് 6 കൊല്ലം ആയി, 7ാമത്തെ കൊല്ലം അത്
കൊല്ലമായി ഞാൻ കിടപ്പിലായിട്ട്. അന്നൊക്കെ എനിക്ക് വാഴത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, കൈ കാലുകളൊക്കെ വേദന ഉണ്ടായിരുന്നു. എന്നാലും വേദന ഉണ്ടെങ്കിലും ഞാൻ നടന്നു തന്നു. എന്നാലും ആണ് കൂടുതലായപ്പോൾ മോളെ കല്യാണമായപ്പോൾ കൂടെ. അപ്പോൾ എൻ്റെ ഭർത്താവാണ് ഭക്ഷണ കാര്യങ്ങളൊക്കെ വെച്ച് തന്നതാണ്. മോളായി നദിക്ക് മുന്നിൽ ചെയ്തത്. മോള് പോയപ്പോൾ ആൾ ചെയ്തു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ നടക്കുകയൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും, എല്ലാ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങൾ കുളിക്കുക അതിനൊക്കെ ചെയ്യുന്നു. ആൾക്ക് വെള്ളം ചൂടാക്കിക്കൊണ്ടുവരാം. അങ്ങനെ ഞാൻ ചൂടും വീണ്ടും കുളിക്കുമ്പോൾ സോപ്പിട്ട് കഴിക്കുമ്പോൾ ഇവിടെ ഇവിടെ ചതീനെ ഇപ്പോൾ സോപ്പിട്ട് കഴിയും. അപ്പോൾ ഞാൻ അവിടെ വഴിക്ക് വീണു ബാത്റൂമിൽ. അപ്പോൾ ഇവിടുത്തെ ഉടിയിലത്തെ എല്ല് പൊട്ടിയിട്ട് അന്ന് മിഷേൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടും അത് ട്യൂബ് ഇട്ടു. ഡോക്ടർ ട്യൂബ് ഇട്ടിട്ട് അത് ട്യൂബ് ഇവിടെ പിടിച്ചില്ല. അപ്പോൾ പിന്നെ അത് രണ്ടാമത്തെ ട്യൂബ് എടുത്തു വന്നു. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി നടക്കാൻ പറ്റില്ല, കിടപ്പാന്ന് പറഞ്ഞു. അങ്ങനെ 6 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ 7ാമത്തെ കൊല്ലമാണ് ഞാൻ കിടക്കണത്. ഇപ്പം അതിനേലും വലിയതായി എല്ല് പൊട്ടിയത് കൂടുതലായിട്ട് വിഷമമായിട്ട് ഞാൻ കിടക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ട് തന്നെയാണ്. ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന നല്ലോണം ഞാൻ കാര്യങ്ങൾ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ദേഷ്യമൊക്കെ വരും എനിക്ക്. എന്നാലും ഭർത്താവ് എല്ലാ കാര്യം നല്ലോണം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു കുറവില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ നമ്മളോട് ക്ഷമിക്കാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുക. ഒരു വിമോചന അനുഭവത്തെ കുറിച്ച് മാർപ്പാപ്പ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് കുമ്പസാരത്തെക്കുറിച്ച് പല എഴുത്തുകളും എതിരഭിപ്രായങ്ങളും വാട്സപ്പിലൊക്കെ കാണുകയാണ്. ഞാൻ ആലോചിക്കുന്നത് എനിക്ക് പലപ്പോഴും എന്തുകൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ നിരവധിയായ എൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു തന്നിരിക്കുകയാണ്. അതായത് ഞാൻ 50,000 രൂപയുടെ കടക്കാരനാണ്. എനിക്ക് 10 രൂപ കടം മേടിച്ചത് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. പക്ഷെ ഈ ബോധ്യം എനിക്ക് എങ്ങനെ കിട്ടി? അതെനിക്ക് കിട്ടിയത് നിരന്തരമായ കുമ്പസാരത്തിലൂടെയാണ്. അതിലൂടെ ഞാൻ ഏത് കുമ്പസാരത്തിലും അന്തിമമായി കേൾക്കുന്ന ഒറ്റ വചനമേ ഉള്ളൂ: മകനെ, ധൈര്യമായി പോയിക്കൊള്ളുക, നിരവധിയായ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേലിൽ നീ പാപം ചെയ്യരുത്. അപ്പോൾ യഥാർത്ഥത്തിൽ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ആഴം എത്രയ്ക്കുണ്ടോ അത്രയ്ക്ക് മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാനും സ്നേഹിക്കാനും പറ്റുള്ളൂ. അതാണ് വിമോചനാനുഭവം എന്ന് പറയുന്നത്. ജീവിത ആഹ്ലാദത്തിനുള്ള 3 ഘട്ടങ്ങൾ. ഒന്ന്, അപ്രിയമങ്ങളായ ചില യാഥാർത്ഥ്യങ്ങളുടെ പേരിൽ ദൈവത്തോട് പൊറുക്കാനാകുക. ഇപ്പം എൻ്റെ ശരീരത്തിൻ്റെ ചിലപ്പോൾ നിറത്തെക്കുറിച്ചായിരിക്കാം, ആകൃതിയെക്കുറിച്ചാകാം. അത് ഞാൻ ഇങ്ങനെ കൊണ്ടുനടന്നിട്ട് ദൈവം എന്തിനാ ഇങ്ങനെ എന്നെ സൃഷ്ടിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ജീവിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക. രണ്ടാമത്തെ പറയുന്നത് അപ്രിയങ്ങളായ അനുഭവങ്ങളുടെ പേരിൽ മറ്റുള്ളവരോട് പൊറുക്കാൻ സാധിക്കുക. അവരിവരൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ അതെനിക്ക് ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുകയും അതൊരിക്കലും എന്നെ വിമോചിപ്പിക്കുന്നില്ല, അതെന്നെ ഒത്തിരി മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ പറയുന്നത് എന്നോട് തന്നെ എനിക്ക് പൊറുക്കാൻ സാധിക്കും. ഞാൻ ചിലപ്പോൾ ചില അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അബദ്ധങ്ങളുടെ പേരിൽ അത് എപ്പോഴും ഓർത്തിരുന്ന് എന്നോട് തന്നെ ഒരു ഇൽ ഫീലിംഗ് ആയിട്ട് ജീവിച്ചാൽ എന്തുണ്ടാകും? കുറ്റബോധം അലട്ടുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പൊ ഇതൊക്കെ നേരത്തെ ആനി ടീച്ചർ പറഞ്ഞ പോലെ ഈ വിമോചന അനുഭവം ഉണ്ടാകേണ്ടത് ശരിക്കും ഉള്ളിൽ നിന്നാണ്. മാർപ്പാപ്പ പറഞ്ഞ കാര്യം കൂടുതൽ വ്യക്തമാവണമെങ്കിൽ അച്ഛൻ പറഞ്ഞ 3 കാര്യങ്ങളില്ലേ, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ദൈവത്തോടുള്ള എൻ്റെ ബന്ധത്തിൽ നിർണായകമായ മാറ്റം വരാനുള്ള കാരണം എന്താണെന്നറിയും. ഇപ്പോൾ ഈ ഒരു പല്ല് അതെനിക്ക് ഭയങ്കര അപകർഷതയായിരുന്നു. പക്ഷെ ഒരു അച്ഛൻ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്: ദൈവമേ, അങ്ങ് എന്നെ അങ്ങയുടെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു.
ആ അച്ഛനോട് ചോദിച്ചതാ, നിൻ്റെ ചായ ദൈവത്തിൻ്റെ ചായയാണല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് അതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്രശ്നത്തെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് എങ്ങനെ നിങ്ങളുടെ ഒരു പ്രശ്നത്തെ അംഗീകരിക്കാൻ പറ്റും? ഓക്കെ. 2, അച്ഛൻ പറഞ്ഞ വേറൊരു കാര്യമാണ് കുറ്റബോധത്തിൻ്റെ പ്രശ്നം. ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ് എന്ന ചിന്ത. അത് യഥാർത്ഥ മാനസാന്തരല്ല. കുമ്പസാരക്കൂട് നമുക്ക് നൽകുന്നത് നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും ഞാനതിനെ ക്ഷമിച്ച് മോചിപ്പിക്കുന്നു. വേശ്യയോട്, കള്ളനോട്, കൊള്ളക്കാരോട്, എന്ത് തെറ്റ് ചെയ്തവനോടും ക്ഷമിക്കുന്ന ആ കുരിശിലെ സ്നേഹം കുമ്പസാരക്കൂട്ടിൽ നിന്ന് അനുഭവിക്കുമ്പോഴേ നമ്മെ തന്നെ കുറ്റപ്പെടുത്തുന്നത് അവസാനിക്കുള്ളൂ. അതില്ലെങ്കിൽ ആ കുറ്റപ്പെടുത്തൽ മാറി 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 ചിലർ ഭാര്യനെങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ കുമ്പസാരത്തെ കുറിച്ച് പറഞ്ഞപ്പം നമ്മുടെ ഡോക്ടർ ടോണി ഇടയ്ക്ക് പറയാറുണ്ട്, മോളെ വഴക്ക് അധികമായി പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ ഞാൻ ചിന്തിക്കും കുമ്പസാരിച്ചിട്ട് എത്ര ദിവസമായി. എന്നിട്ട് മോളോട് പറയുന്നു, മോള് ചെയ്ത കുഴപ്പത്തിനേക്കാൾ കൂടുതൽ പപ്പ കുമ്പസാരിക്കാൻ നേരം വൈകിയ കാരണം കേട്ടോ എന്ന് അവളോട് ക്ഷമ ചോദിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടർ പോയി കുമ്പസാരിക്കുമെന്ന് ഷെയർ ചെയ്യാറ്. ഞാൻ ഈ ഡോക്ടർ ടോണിയുടെ ഈ സംഭവം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ സുഹൃത്താണ് ഡേവിസ് പട്ടത്തച്ഛൻ. അച്ഛൻ്റെ അടുത്താണ് കഴിഞ്ഞ 20 വർഷമായിട്ട് കുമ്പസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓടി ചെല്ലണം. എന്താ മാഷെ ഓടി വന്നേ? എനിക്കൊന്ന് കുമ്പസാരിക്കണം. അല്ല, 1 മാസം ജസ്റ്റ് ആയിട്ടില്ലല്ലോ. അല്ല, എനിക്ക് കുറച്ച് ആൾക്കാരോട് ദേഷ്യം കൂടി 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 വരും. അപ്പോൾ എനിക്ക് തിരിച്ചറിയുന്ന എൻ്റെ എന്തോ കുറ്റബോധം എന്നെ വേട്ടയാടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പാപമോചനത്തിൻ്റെ സുവിശേഷമാണ് കർത്താവ് ശരിക്ക് പ്രഘോഷിച്ചിട്ടുള്ളത്. നിങ്ങൾ ലോകമെങ്ങും പോയി പാപമോചനത്തിൻ്റെ സുവിശേഷം. ഇതെങ്ങനെ അനുഭവിക്കുക? ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ വിശുദ്ധ കുർബാനയും നന്ദി പ്രകാശനമാണെന്ന് നാം പറയുന്നു. എന്തിനുള്ള നന്ദി? ദൈവം തൻ്റെ ഏകജാതനെ വധിച്ചിട്ട് പോലും എന്നെ സ്നേഹിക്കുന്നു. അത്രമാത്രം സ്നേഹം കാണിച്ചതിനുള്ള നന്ദിയാണ്. അപ്പോൾ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാനയിലൂടെ സ്വന്തം ഏകജാതനെ നൽകിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെടുകയും അത് നാം സ്വീകരിച്ചതിന് ശേഷം മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ വളർന്നു 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 വളർന്നു. ചിലപ്പോഴെങ്കിലും ഈ വിശ്വാസികൾ കുർബാന അർപ്പിച്ച് പിന്നീട് ജീവിതത്തിൽ ഇറങ്ങി മുന്നോട്ട് പോകുമ്പോൾ ചിലരെങ്കിലും പറയാറുണ്ട്, കുർബാന അർപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് ക്ഷമിക്കാൻ തന്നെ പറ്റിയത്. തീർച്ചയായിട്ടും ആ ഒരു കൃപ കിട്ടുന്നു എന്ന് മാത്രമല്ല, കുരിശിലെ ബലി എന്നെ പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും ക്ഷമിക്കാനാണ്. ഞാൻ എത്രയോ പ്രാവശ്യമാണ് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനുമായി ഈ ബലി അർപ്പിക്കുന്നത്. അപ്പം ഇപ്പോഴും തന്നെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ വിശുദ്ധ കുർബാന എൻ്റെ കടങ്ങളുടെ പൂർത്തിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരോടും ചുറ്റുമുള്ളവരോടും കുടുംബത്തിലുള്ളവരോടൊക്കെ എത്രമാത്രം ക്ഷമിക്കണം, ഏത് തലങ്ങളിൽ ക്ഷമിക്കണം. പാപ്പ പറയാ, ദൈവത്താൽ നാം തന്നെ ക്ഷമിക്കപ്പെട്ടതിൻ്റെ അനുഭവം നമുക്കുണ്ടെന്നും നമ്മുടെ യോഗ്യതകളാലല്ല ദൈവത്തിൻ്റെ കൃപാവരത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നതെന്ന് അർത്ഥമാക്കുന്നു. തമ്പുരാൻ തരുന്ന ഒരു സൗജന്യ ക്ഷമ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാണ്ടിരിക്കാൻ പറ്റുക? അഹങ്കാര ചിന്ത വരുമ്പോഴാണ് ഈ ക്ഷമിക്കാൻ പറ്റാണ്ട് വരണത്. ഇതൊക്കെ എനിക്ക് ഗ്രാൻഡഡ് ആണെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ഇപ്പം എന്താ മറ്റവർക്ക് ചെയ്താൽ ആ ഒരു ചിന്ത വരുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റാണ്ടാവണത്. ഇതൊക്കെ എൻ്റെ അവകാശം, എന്നോട് ക്ഷമിക്കേണ്ടതൊക്കെ എൻ്റെ അവകാശം, അങ്ങോട്ട് കൊടുക്കേണ്ടതൊക്കെ എൻ്റെ ഔദാര്യം എന്നുള്ള ഒരു രീതി. നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുമ്പോൾ ദൈവം പറഞ്ഞത്, യേശു പറഞ്ഞതുപോലെ 10 ഇരട്ടിയാണ് അനുഗ്രഹം. ഒരു മനുഷ്യൻ എന്നോട് പറയാണ്, അദ്ദേഹത്തിന് സ്ഥലം വിറ്റു. ആ സ്ഥലം വിറ്റപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആൾ കെഞ്ചി, എനിക്ക് വഴി ഇത് കിട്ടണം, ഞാൻ എന്ത് വില വേണമെങ്കിൽ തരാം. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? സ്ഥലം വിൽക്കുന്നതിൻ്റെ അതേ വിലയ്ക്ക് വഴി കൊടുത്തു. പക്ഷേ ഈ മനുഷ്യൻ ഇയാൾക്ക് വണ്ടി ചെക്ക് കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം പറയാ, ചതിച്ചു, എനിക്ക് ആളോട് ദേഷ്യം തോന്നി. പക്ഷേ വിശുദ്ധ കുർബാനയിൽ അന്ന് വന്നപ്പോൾ കേൾക്കുന്നത് ക്ഷമിക്കാനാണ്. ഞാൻ അയാളോട് ക്ഷമിച്ചു. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം
വഴിക്ക് വേണ്ടി എൻ്റെ ഇത് കൊടുത്തിട്ട് അതിന് പകരമായിട്ട് ഇരട്ടി കിട്ടിയ സ്ഥലത്താണ്. അപ്പോൾ ക്ഷമ ഐക്യം മാത്രമല്ല അനുഗ്രഹവും കൂടി കൊണ്ടുവരുന്നുണ്ട്. രോഗം മാറും, മദ്യപാനം മാറും. പക്ഷെ ഇതിനെ മനുഷ്യന് മാർപ്പാപ്പ പറഞ്ഞതുപോലെ എളുപ്പമുള്ള കാര്യമല്ല. പരിശുദ്ധാത്മാവില്ലാതെ ഇത് സാധ്യമല്ല. അതാണ് ക്ഷമയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴേ നമ്മൾ ബുദ്ധിയും യുക്തിയും കണക്ക് കൂട്ടലും ഉപയോഗിക്കുകയാണ്. അവിടെയാണ് വാസ്തവത്തിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റാതെ വരുന്നത്. അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അപ്പം ഞാൻ ഇങ്ങനെയെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്താണ്? ചിലപ്പോൾ നമ്മൾ അറിയാതെ കൊച്ചുനാളുകളിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലേ, നമ്മൾ ഇപ്പോൾ കുട്ടി വീണപ്പോൾ കുട്ടി കരച്ചിൽ നിർത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഡെസ്കിനെയോ മേശേനെയോ ഒന്ന് തല്ലും. ചിലപ്പോൾ അത് നമ്മൾ ആരും വളരെ ബോധപൂർവ്വം ചെയ്യണതല്ല, പക്ഷെ കുട്ടിയുടെ ഉള്ളിലൊരു യുക്തി വളരെയാണ്. നമുക്കറിയാം ക്ഷമയുടെ കാര്യത്തിൽ ഒരു യുക്തിയൊന്നുമില്ല, അതൊരു ദൈവകൃപയാണ്, ദൈവ സ്വഭാവമാണ്. അതിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുക, അതിൽ പരിശീലിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നിരന്തരം നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ സാഹചര്യങ്ങളോട് വ്യക്തികളോടൊക്കെ ദേഷ്യം തോന്നാവുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ മാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കെരിക്മ അനുഭവം സ്വന്തമാക്കാതെ നമുക്ക് അവരോടും സാഹചര്യത്തോടും ക്ഷമിക്കുക എന്നുള്ളത് എളുപ്പമല്ല, ഒരിക്കലും സാധ്യമല്ല. കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന അനുഭവം സിദ്ധിച്ച ഒരാൾക്ക് മാത്രമേ അവനവനോടും മറ്റുള്ളവരോടും ക്ഷമിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നത്, കർത്താവേ ഇത് പ്രായോഗികമാണോ? പല മാറാരോഗികൾ അല്ലെങ്കിൽ വലിയ അപകടത്തിൽപ്പെട്ട് ഒരിക്കലും ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് കാണുന്ന ചിലർക്കൊക്കെ ദൈവത്തിനോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ കാണാറുണ്ട്. എന്താ ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തേ? അവർക്ക് ദൈവത്തിനോടാണ് ക്ഷമിക്കാൻ പറ്റാത്തത്. സത്യത്തില് ദൈവത്തിനോടല്ല ക്ഷമിക്കാൻ പറ്റാത്തവർക്ക് അവനവനോട് തന്നെ ക്ഷമിക്കാനായിട്ട് അതില് അവർക്ക് സാധിക്കണില്ല. ആ ജീവിത സാഹചര്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനുള്ള പരിശീലനം, അത് ദൈവകൃപ കൊണ്ടല്ലാതെ സാധിക്കില്ല. മാർപ്പാപ്പയുടെ ലേഖനം വായിച്ചപ്പോൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്നുള്ളതിൽ പറഞ്ഞിരിക്കുന്നത്, ജീവിതത്തെ മൊത്തത്തിൽ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങളെയും അതിനോട് പ്രത്യുത്തരിക്കേണ്ടത്. അല്ലെങ്കിൽ എന്തുണ്ടാകും? കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ഉടക്കി കിടക്കുകയും അവിടെ വേദനിക്കുകയും അതിൽ മുറിവേറ്റ് അങ്ങനെ കിടക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ജീവിതത്തെ ദൈവം നയിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നെ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കുറേയും കൂടി ക്ഷമിക്കാനും മറ്റുള്ളവരോടൊന്ന് എളിമപ്പെടാനും ഒന്ന് തോറ്റുകൊടുക്കാനും ഒക്കെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ കണ്ടതുപോലെ സ്നേഹം കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. ഈ ദ്വേഷം നമ്മുടെ ഹൃദയത്തിൽ വേരുപിടിച്ചു പോയാൽ അത് കടുത്ത വെറുപ്പിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് പാപ്പ ഇവിടെ പറയുന്നത്, സ്നേഹം തിന്മയെ കണക്കിലെടുക്കുന്നില്ല, അത് വെറുപ്പ് പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ സ്നേഹം സകലതും ക്ഷമിക്കുന്നു. ഈ ഒരു സ്നേഹത്തിൻ്റെ ക്ഷമയുടെ ഈ അനുഭവത്തിലേക്ക് വരാൻ നമുക്ക് യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കാം. ദൈവം എത്രമാത്രമാണ് നമ്മളോട് ക്ഷമിച്ചത്, ദൈവം എത്രമാത്രമാണ് നമ്മളോട് കരുണ കാണിച്ചത്, അത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളിൽ അവരോട് കരുണ കാണിക്കാനും ക്ഷമിക്കാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിലെ നിരവധിയായ പ്രശ്നങ്ങളെ ത്യാഗപൂർണമായ ചൈതന്യത്തോടെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബ കൂട്ടായ്മ ഈ ത്യാഗ ചൈതന്യത്താൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. അതിനായിട്ട് നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം, തമ്പുരാനിലേക്ക് നോക്കാം. യേശുവിൻ്റെ കുരിശിലെ സ്നേഹം എന്നെ തന്നെ മനസ്സിലാക്കിയ തമ്പുരാൻ്റെ ആ വിമോചന അനുഭവത്തിൽ ആഴപ്പെട്ടുകൊണ്ട് പരസ്പരം സ്നേഹത്തിൽ നമുക്ക് വളരാം. അതിനായി ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.